കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിനു പിന്നാലെ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കി ഇഡി. സ്വകാര്യ ദേശസാൽകൃത പൊതുമേഖലാ ബാങ്കുകളിൽ നടന്ന വായ്പാ തട്ടിപ്പുകളിലാണ് അന്വേഷണം. കരുവന്നൂർ കേസിലെ മുഖ്യകണ്ണി പി കിരൺ കൂടുതൽ ബാങ്ക് തട്ടിപ്പുകൾ നടത്തിയെന്ന് ഇഡി. ജാമ്യത്തിലുള്ള പി കിരണിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്തു. ജിജീഷ് കരുണാകരൻ ചേർന്ന വിവരങ്ങളുമായി. ജിജീഷ്, കിരണിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ കൂടുതൽ വിവരങ്ങളും അതിൽ നിന്ന് കൂടുതൽ അന്വേഷണത്തിലേക്കും കടക്കുന്നത്? ജിജീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പി കിരണിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ കൂടുതൽ ബാങ്കുകളിലേക്കുമൊക്കെ ഇഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? വീണ, നേരത്തെ പി കിരണിനെ ചോദ്യം ചെയ്തതിനൊപ്പം തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മറ്റ് പ്രതികളെ, കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാം തന്നെ സമാനമായ നിരവധി ബാങ്ക് തട്ടിപ്പുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്, ലോൺ തട്ടിപ്പുകൾ, വായ്പാ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി. അങ്ങനെയാണ് മറ്റ് ബാങ്കുകളിലേക്ക് അന്വേഷണം എത്തിയത്. മാത്രമല്ല, ആ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അധികൃതർ പരാതികളും നൽകിയിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അയ്യന്തോൾ ബ്രാഞ്ചിൽ നിന്ന് പരാതി ലഭിച്ചു. 7.5 കോടി രൂപയുടെ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ വായ്പാ തട്ടിപ്പ് നടത്തിക്കൊണ്ട് എന്നതിൻ്റെ പരാതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കേസെടുത്തത്. കാരണം പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തു. ആ FIRൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ പി കിരണിൻ്റെ പങ്കാളിത്തം വ്യക്തമായി. എങ്ങനെയാണോ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പി കിരൺ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിരുന്നത്, സമാനമായ രീതിയിൽ ബിനാമി ഇടപാടുകളിലൂടെയായിരുന്നു ഇവിടെയും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയത്. വ്യാജരേഖകളായിരുന്നു സമർപ്പിച്ചത്. 7.5 കോടിയോളം രൂപ പി കിരണും കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുത്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യ ആസൂത്രകനും 1.5 വർഷത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തിരുന്ന ആളായ പി കിരണിനെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാത്രമല്ല, മറ്റു നിരവധി ബാങ്കുകളിൽ കൂടി, പൊതുമേഖലാ ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നതായാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ കോർപ്പറേറ്റ് ലോണുകൾ അനുവദിക്കുന്ന കൊച്ചിയിലുള്ള ഒരു ബ്രാഞ്ചിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പി കിരണിൻ്റെ നേതൃത്വത്തിലാണ് ആ തട്ടിപ്പ് നടന്നത് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ചും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിന് സമാനമായ രീതിയിൽ പൊതുമേഖലാ ബാങ്കുകളെയും സ്വകാര്യ ബാങ്കുകളെയും തട്ടിച്ച് പണം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി പ്രധാനമായും അറിയാനുള്ളത്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തട്ടിപ്പുകൾക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇത് വ്യാജരേഖകളാണ്, ബിനാമി ഇടപാടുകളാണ്, ബിനാമി പേരുകളിലാണ് ഈ ലോണുകൾ സംഘടിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ഇതിന് കൂട്ടുനിൽക്കുകയായിരുന്നോ എന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും ഇനി അന്വേഷണം നീളുന്നത്. പി കിരണിനെ ചോദ്യം ചെയ്തപ്പോഴും ഈ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകളുടെ വിവരങ്ങളോ അല്ലെങ്കിൽ ഈ ബാങ്കുകളിൽ നിന്ന് ബിനാമി ഇടപാടുകൾ നടത്തിയത് സംബന്ധിച്ചോ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. ഒരു ദിവസമാണ് നിലവിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പി കിരണിനും മുഖ്യപ്രതിയായ സതീഷ് കുമാറും ഏറെക്കാലം ജയിലിലായിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയാണ് കഴിഞ്ഞ മാർച്ചിൽ ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. അതിനുശേഷമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ 2ാം ഘട്ട കുറ്റപത്രം കൂടി സമർപ്പിച്ചതിന് ശേഷമാണ് മറ്റ് സഹകരണ ബാങ്കുകളിലെയും ഒപ്പം തന്നെ മറ്റ് പൊതുമേഖലാ ബാങ്കുകളിലെയും മറ്റ് സ്വകാര്യ ബാങ്കുകളിലെയും സമാനമായ സാമ്പത്തിക തട്ടിപ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പി കിരണിനെ ചോദ്യം ചെയ്തതോടുകൂടി മറ്റ് പ്രതികളിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. അവരെ കൂടി ചോദ്യം ചെയ്തും ഒപ്പം തന്നെ ഇതിന് ഒത്താശ ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ചും തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണോ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നത്, അതേ രീതിയിൽ വലിയ സാമ്പത്തിക തട്ടിപ്പും ആസൂത്രിതമായ സാമ്പത്തിക ക്രമക്കേടുകളുമാണ് മറ്റ് ബാങ്കുകളിലും നടന്നത് എന്ന് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായിട്ടുള്ളത്. ഓക്കെ, ശരി ജിജീഷ്.